നമുക്ക് എഴുന്നേറ്റ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഗാനം പാടി. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുമാത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴുമാത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം ദൈവമകൻ ഞാൻ, ദൈവത്തിനോപനക്കുട്ടൻ ഞാൻ. ദൈവജനം ദൈവമകൻ ഞാൻ, ദൈവത്തിനോപനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം ഭാവിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം ഭാവിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവിനോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ജ്വലിഞ്ഞപ്പോ, ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ജ്വലിഞ്ഞപ്പോ, ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. ആവാപിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു. ആവാപിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ
ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിയായ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിയായ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിയായ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിയായ എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിയായ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിയായ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. Come, Holy Spirit, അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ. എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ. വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ. ആത്മാവേ ആത്മാവിനാൽ നയിക്കണമേ. ആത്മാവിനാൽ നയിക്കണമേ. അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ശരഹരബല ഹരബല ഹരബല ശരഹരബല ഹരബല. Come, Holy Spirit. Come, Holy Spirit. Come, Holy Spirit. Fill us. Shalahalabala, halabala, halabala. Come, Holy Spirit. Anoint us, Lord. Come, Holy പരിശുദ്ധാത്മാവേ 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 ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എല്ലാവരും അതിരം തുറന്ന് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ത്രിവിധ അഭിഷേകം ഞങ്ങളിൽ ത്രിവിധ അഭിഷേകം തുറക്കണമേ. ഞങ്ങളിൽ ത്രിവിധ അഭിഷേകം തുറക്കണമേ. നിത്യപുരോഹിതനായ ഈശോയെ രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം ഞങ്ങളിൽ തുറക്കണമേ. പൗരോഹിത്യ അഭിഷേകം, രാജകീയ അഭിഷേകം തുറക്കണമേ. രാജകീയ അഭിഷേകം തുറക്കണമേ. ഹലവ 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 ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, ഞങ്ങളൊക്കെ കുടിക്കുന്നു. സ്തുതിക്കാം സ്തുതിക്കാം. ഹലബല 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 ഹലബല
രാജകീയ അഭിഷേകം, രാജകീയ അഭിഷേകം തുറക്കണമേ, രാജകീയ അഭിഷേകം തുറക്കണമേ. Come Holy Spirit, come Holy Spirit, and the anointing of the Lord come down. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഹലബ 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 ഹലബ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, സ്തുതിക്കണം, അതിരം തുറന്ന് സ്തുതിക്കണം. Open your mouth and praise. അവർ ദേവാലയത്തിൽ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഈ ഫോൺ എടുക്കുന്നു. ശലബല ഹലബല ഹലബല പുതിയ ഭാഷാവരത്തിനായി ദാഹിക്കണം. പുതിയ ഭാഷാവരം, പുതിയ ഭാഷാവരം, പുതിയ ഭാഷാവരം, പുതിയ ഭാഷാവരം, പുതിയ ഭാഷാവരം, പ്രവചനവരം, പുതിയ ഭാഷാവരം, പുതിയ ഭാഷാവരം, പ്രവചനവരം, പുതിയ ഭാഷാവരം. ഈശോ പ്രാർത്ഥിക്കുന്നു, ഈശോ നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനെ തുറന്ന് സ്തുതിക്കുവിൻ, അതിനെ തുറന്ന് സർവശക്തിയോടെ സ്തുതിച്ച്, സർവശക്തിയോടെ സ്തുതിച്ച്. അല്ലവാ അല്ലവാ അഭിഷേകത്തിന്റെ അളവൊക്കെ ഒഴുകട്ടെ. ശലബല ശലബല ഹലബല 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 ഹലബല. അഭിഷേകത്തിന്റെ അണപൊട്ടി ഒഴുകട്ടെ. അഭിഷേകത്തിന്റെ അണപൊട്ടി ഒഴുകട്ടെ. രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, മുൻപിരിച്ചരട്, അമ്മയുടെ മുൻപിരിച്ചരട്. ഭാഷാവരത്തിൽ സ്തുതിക്കണം, എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിക്കണം, ഭാഷാവരത്തിൽ സ്തുതിക്കുവിൻ. Open the anointing. Let the anointing of the Lord come down. Let the anointing of the Lord come down. Amen. Let the anointing of the Lord come down. Shalaba, halaba, halaba, halaba. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Come Holy Spirit, come Holy Spirit, come Holy Spirit. Open the anointing, open
എല്ലാ കാര്യത്തിലും കൈയടിച്ച് സ്തുതിക്കാം, കൈയടിച്ച് സ്തുതിക്കാം. കൈയടിച്ച് സ്തുതിക്കാം. ഈശോയുടെ ത്രിവിധ അഭിഷേകം, ത്രിവിധ അഭിഷേകം, രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം. Open! Open! Let the anointing be open! Let the anointing be open! Open the anointing! Open the anointing! Halva, 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 halva. Open the anointing. പുതിയ ഭാഷാവരം ലഭിക്കുന്നു, പ്രവചനവരം ലഭിക്കുന്നു, അത്ഭുത രോഗശാന്തിവരം ലഭിക്കുന്നു, പ്രവചനവരം ലഭിക്കുന്നു, ഭാഷാവരത്തിന്റെ വ്യാഖ്യാനം ലഭിക്കുന്നു, ദർശനവരങ്ങൾ ലഭിക്കുന്നു. ഇതാ ഇപ്പോൾ ഇപ്പോൾ പലരും ദർശനം കാണുന്നു. ദർശനങ്ങൾ ദർശനങ്ങൾ പരിധാനങ്ങൾ തുറക്കപ്പെടുന്നു. പലരിലും ദർശനവരങ്ങൾ ആദ്യമായിട്ട് ചിലർക്ക് ഇപ്പോൾ ദർശനം കിട്ടുന്നു, പുതിയ ഭാഷാവരങ്ങൾ കിട്ടുന്നു, പ്രവചനവരം കിട്ടുന്നു. ഇതാ ഒരു പ്രവചനം വരുന്നു. എന്റെ ജനമേ, ഞാൻ തന്നെ എന്റെ മുപ്പിൽ ചരട് തന്നെ നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നു. എന്റെ ത്രിവിധ അഭിഷേകം നിങ്ങളിൽ ഞാൻ തുറന്നിരിക്കുന്നു. എന്റെ അഭിഷേകത്തിന് എന്തെങ്കിലും അതിർത്തികളുണ്ടോ? അത്രയ്ക്ക് വലിയ അഭിഷേകമാണ് നിങ്ങളിൽ ഞാൻ തുറന്നിരിക്കുന്നത്. അതിനാൽ എന്റെ ജനമേ, മുന്നോട്ട് പോകുവേൻ, ധൈര്യമായി മുന്നോട്ട് പോകുവേൻ. നിങ്ങളിൽ ഞാൻ വലിയ സിദ്ധികൾ, വലിയ വരങ്ങൾ തുറക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ തുറക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ നിങ്ങളിലൂടെ ഞാൻ ഈ ലോകത്തിൽ ചെയ്യും. നിങ്ങളിലൂടെ ലോക സുവിശേഷവൽക്കരണത്തിന് ഒരു പുതിയ പാത ഞാൻ വെട്ടുന്നു. നിങ്ങളിലൂടെ ലോക സുവിശേഷവൽക്കരണത്തിനായി ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സ്തുതിക്കൂ, സ്തുതിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരബല ബല 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 ബല. ശരബല ബല 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 ബല. ഹല ബല ഹല ബല ഹല ബല. ശരബല ഹല ബല ഹല ബല. ശരബല ഹല ബല ഹല ബല. ശരബല ഹല ബല ഹല ബല. ശക്തമായ നടുവേദനയുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ പ്രവചനത്തിനെ സ്ഥിരീകരണമായിട്ട്, അതായത് നമ്മൾ ഈ മലയാളികളിലൂടെ കേരളത്തിന്റെ നവീകരണത്തിലൂടെ ഇവിടെ കൂടിയിരിക്കുന്നവരിലൂടെ കർത്താവ് ഇപ്പോൾ പറഞ്ഞ പ്രവചനം നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ലോക സുവിശേഷവൽക്കരണത്തിനായി എന്തോ പുതിയ കാര്യം നമ്മളിലൂടെ കർത്താവ് തുറക്കുന്നു. അതിന്റെ സ്ഥിരീകരണത്തിനായിട്ട് ഇപ്പോൾ തന്നെ ശക്തമായ നടുവേദന ഉണ്ടായിരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആരാണത് നടുവേദന ഉണ്ടായിരുന്നത്? സഹോദരൻ ഒന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമോ? ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമോ? ഇതാണ് ഇരിക്കാം, നമ്മൾക്ക് ഇരിക്കാം. പ്ലീസ് കം. Praise the Lord. Hallelujah. Ave Maria. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് ഒരു മകള് കൈകുത്തി ഇങ്ങനെ കടന്നപ്പോൾ ഡിസ്കിന് ചെറിയ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി. അതിന് അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്തു, അതുപോലെ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇന്നലെ ഗ്രൂപ്പില് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരിക്ക് ശക്തമായ വേദന ഉണ്ടായി. അപ്പൊ എനിക്ക് വളരെ റിലീഫ് കിട്ടി. ഇന്ന് ബ്രദറിൽ പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുത്ത വിശ്വാസവും ഏറ്റെടുത്ത് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് ഒരു അടയാളമായിട്ട് വലിയ കുറവ് മുട്ടുകുത്താൻ ഒരിക്കലും സാധിക്കാറില്ല. വൃദ്ധനയുടെ മുഴുവൻ മുട്ടുകുത്താൻ സാധിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇതാണ് മറ്റൊരു വരദാനങ്ങളുടെ മറ്റൊരു ആവശ്യം. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ വാക്കിതാണ്, അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു, കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ്, എല്ലാവരും ഏറ്റു പറഞ്ഞേ, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ വചനം ഇപ്പോൾ ഇവിടെ പൂർത്തിയാവുന്നുണ്ടോ? കർത്താവ് പ്രവചിച്ചു, ആ പ്രവചനം ഒരടയാളത്തിലൂടെ കർത്താവ് സ്ഥിരീകരിക്കുക. അപ്പോ അത് എങ്ങനെയാ സംഭവിക്കണമെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നല്ലതാ. ഇങ്ങനെയുള്ള പ്രവചനം അല്ലെങ്കിൽ പ്രത്യേക ചില വചനഭാഗം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ആളുകളിൽ സംശയമാണ്, ഇത് നടക്കും, ഇത് സംഭവിക്കുമോ? നോർമൽ നമ്മുടെ ഒരു. അപ്പൊ അതുകൊണ്ടാണ് അത് സ്ഥിരീകരിക്കണം. സ്ഥിരീകരിക്കാൻ കർത്താവ് തന്നെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അവിടെ 1-2 രോഗശാന്തി ഉണ്ടാവും. ആ രോഗശാന്തിയുടെ സന്ദേശം നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ വരദാനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത. നമ്മളിൽ ആ വരദാനങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ ഉടനെ നമുക്കത് ഫീൽ ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യാം, നമുക്ക് ദർശനമായിട്ട് കിട്ടാം. ഇങ്ങനെ ചില നേരത്തെ ഇങ്ങനെ തലക്കിട്ട് കുത്തും, ഇവിടെ ഇങ്ങനെ ഇപ്പൊ സംഭവിക്കണത് ഇപ്പൊ നീ അനൗൺസ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, പ്രാക്ടിക്കലായിട്ട്. അപ്പൊ എന്നോട് പലരും ചോദിക്കും, അതെങ്ങനെയാ ബ്രദറെ
ആത്മാർത്ഥമായിട്ട് അതെങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാകണേ. അതാണ് പ്രാക്ടീസ്. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പിലായാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്കൊരു പ്രത്യേക സന്ദേശം കിട്ടുമ്പോൾ പിന്നെ ഇവൾക്ക് അങ്ങനെയൊക്കെ സന്ദേശം, ഇവനാരെ ഇവരൊക്കെ ഇതേമാതിരി സന്ദേശം കിട്ടും, എന്താ ഇത് ശരിയാണെന്ന് ആർക്കറിയാം? അപ്പം അവിടെ ഒരാൾക്ക് ഒരു സൗഖ്യം കിട്ടണു, അത് വേറൊരാൾക്ക് സന്ദേശം കിട്ടുന്നത് ഇപ്പോൾ നിനക്ക് മുട്ടിൻ്റെ വേദന മാറുന്നുണ്ടല്ലോ. ശരിയാണ്, എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു, ഇപ്പം മാറി. അപ്പം എന്തുകൊണ്ടാണ് അത് മാറിയത്? ഇപ്പം ഈ സന്ദേശത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ടാണ്. ആലോചിച്ച് നോക്കിയ കർത്താവ് എന്തോര് നമുക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യണമെന്ന് ആലോചിച്ചു. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനാണോ നമുക്കുള്ളത്? നമുക്ക് ബലഹീനതകളുടെ ഈ സന്ദേശങ്ങളൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഇതൊക്കെ ഈ തോമസ് പോളും വരും കൂടി ഒത്തിട്ട് കളിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇയാൾ പറയുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ കൈപൊക്കി ലോകശാന്തി ഉണ്ടാവണം, ഇങ്ങനെ വരെ സംശയിക്കുന്ന ആളുകളാണ്. ഇത് ഇവർ ഒത്തു കളിക്കുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഈ അവസാനത്തെ 2-3 വചനമാണ് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ളത്. സുവിശേഷത്തിന്റെ അവസാനം പറയുന്നത് ഒരു വിശ്വാസിക്ക് ഈ അടയാളങ്ങൾ ഉണ്ടാകണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ലോകം മുമ്പ് ഒരുപാട് സഞ്ചരിക്കുന്നതാണ്. ഈ കേരളത്തില് നിങ്ങൾക്കറിയാലോ, ഏതാണ്ട് 150ഓളം ധ്യാന കേന്ദ്രങ്ങളാണുള്ളത്. 150ഓളം ധ്യാന കേന്ദ്രങ്ങൾ. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയേ. ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു രാജ്യം? ലോകത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു രാജ്യമുണ്ടോ? ഇല്ല. എന്തിനാ കർത്താവ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഈ ലോക സുവിശേഷവൽക്കരണത്തിൽ നമ്മളിലൂടെ എന്തോ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ. അപ്പൊ അതിന് ഇനി ആവശ്യമുള്ളത് നമ്മൾ ലോകത്തിന്റെ അതിർത്തിയിലൊന്നും പോകണ്ട. നമ്മളിവിടെ നിന്ന് പ്രവചിച്ചാൽ ആ പ്രവചനം അവിടെ എത്തുന്നു. സങ്കീർത്തനം 19:4 പറയണത് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ പോയി ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിൽ എങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിയോളമെത്തുന്നു. ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പൊ പറയാണ് കർത്താവ്. പേഴ്സണൽ പേര് നയിക്കാന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു. ഇതാണ് മറ്റൊന്ന്, ആത്മാവ് നയിക്കുന്ന മാതിരി പോവുക. അപ്പൊ നിങ്ങളൊക്കെ നന്നായിട്ട് പേഴ്സണൽ പേരൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന പോലെ പിന്നെ 4 മണിക്ക് എത്ര പേരെ ഏറ്റു? അതിന് കണ്ടു. കൈയടിച്ച് കത്താണെത്തോ ഒന്നുകൂടി കൈ പൊട്ടിയ 4 മണിക്ക് എത്ര പേര്? ഒന്ന് ആ ക്യാമറ അങ്ങോട്ട് അല്ലല്ല, ഇത് ഒന്ന് കൈ പൊക്കി പിടിച്ച കണ്ടോ? ഇതാണ് പരിശുദ്ധാത്മാവിന്റെ വരം. കണ്ടോ? ഒന്ന് കൈ വീശി കാണിച്ചേ. ഞാൻ 3:30 എണീറ്റു. നിങ്ങൾ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവേ എല്ലാവരെയും എടുപ്പിക്കണേ. 3:30 എണീറ്റല്ലേ? അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്റെ പ്രാർത്ഥന പോയിരിക്കുകയാണ്. കർത്താവേ ഫിൽമി നമ്മൾ 3 കാര്യം പേഴ്സണൽ പേര് ചെയ്യാം. അതുകൂടാതെ സ്നേഹം, ശാന്തി, ആനന്ദം കൊണ്ട് നിറയ്ക്കണേ. വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനം, അറിവ്, വിവേകം കൊണ്ട് നിറയ്ക്കണേ. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. ഈ 3 ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെയും പ്രാർത്ഥിക്കും. കർത്താവേ നിറച്ചുകൊണ്ടിരിക്കണേ,
അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തായിരുന്നു. ഈ കണ്ടിന്യൂ ചെയ്തോ. 1, 2, 3 ഈ ചില എന്താണ് കൂൾ ഡ്രിങ്ക് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് വേണം? ഫാൻറ്റ, കൊക്കോള, സ്പ്രിന്റ്. അപ്പൊ ഇവര് 3 കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് ഡിസ്പെൻസിങ് സ്റ്റേഷൻ ഉണ്ട് അവിടെ. ഡിസ്പെൻസിങ് ഒരെണ്ണത്തിൽ ഫാൻറ്റ വെക്കണം, 3 ഒപ്പം ഓൺ ചെയ്യണം, 3 നിറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്ന മാതിരിയാണ് പരിശുദ്ധാത്മാവ്. വണ്ണാത്രാണതല്ല. പാതിരിപ്പിയൊരു ബൈ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ എത്ര ലൊക്കേഷൻ ഉണ്ട്? പാതിരിപ്പിയോ കുർബാനയുടെ നേരത്തുണ്ട് അവിടുത്തെ കുമ്പസാരക്കൂട്ടിൽ കയറിയിട്ടുണ്ടല്ലോ. ഇതുപോലെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രശ്നം നമ്മുടെ മാനുഷിക രീതിയിൽ പരിശുദ്ധാത്മാവേ ദൈവസ്നേഹം നടക്കണേ, എല്ലാ ദൈവസ്നേഹം മാത്രമേ നടക്കണുള്ളൂ എന്നാണ് വിചാരിക്കണേ. അത് നിറച്ചുകൊണ്ടേ ഇരുന്നേക്കണേ. അതോടൊപ്പം ജ്ഞാനം, അറിവ്, വിവേകം നിറച്ചുകൊണ്ടേ ഇരുന്നേക്കണേ. അതോടൊപ്പം അപ്പൊ ഇത് രണ്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? മൂന്നാമതൊരു ചാനല് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. ഇങ്ങനെ 3 ചാനലിലോ. അത് കഴിഞ്ഞപ്പോഴാണ് അപ്പൊ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ത്രിവിധ അഭിഷേകം, രാജകീയ അഭിഷേകം തുറക്കണേ. ഇങ്ങനെ വരാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതെന്ത് ഈ ബ്രദർ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കണേ? എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ പ്രശ്നം ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കിയ ആളുകൾ എന്ത് വിചാരിക്കും? ഇതാണ് നമ്മുടെ ഹ്യൂമൻ തിങ്കിങ്. എനിക്കൊരു വിചാരമില്ല. പരിശുദ്ധാത്മാവിനെ നമ്മളെ വിട്ടുകൊടുക്കുക. അപ്പൊ എന്റെ ഒരു സീക്രട്ട് ഞാൻ പറയാം. എന്റെ പ്രാർത്ഥനാനുഭവത്തിന്റെ ഒരു സ്ഥലം ബാത്റൂമാണ്. ബാത്റൂമില് രണ്ടും അതിലൊക്കെ അടച്ചിട്ട് നല്ല പൊരിഞ്ഞ ബഹളമാണ്. മാത്രമല്ല ബാത്ത് ടബില് ചൂടുവെള്ളത്തിൽ കിടക്കും, ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട്. പിന്നലൊക്കെ എൻ്റെ എളിയിൽ ഭയങ്കര വേദനയായിരുന്നു ഈ യാത്ര. അപ്പൊ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുറച്ചു നേരം കടന്നിട്ട് അവിടെ കടന്ന് പൊരിഞ്ഞ യുദ്ധമാണ്. കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഈശോ പ്രാർത്ഥിക്കുന്നു. പലർക്കും ഒരു സംശയം, ഈശോ പ്രാർത്ഥിക്കേ? ഈശോ ദൈവമല്ലേ, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഹൈ ലെവലിലേക്ക് പോയിട്ടില്ല. അപ്പോ ഈ ഇടയ്ക്ക് ആരോ സംശയം ചോദിച്ചു, അവർക്ക് കൂടി ഒരു ഉത്തരമാണ്. ഒരു ദിവസം ഒരു അച്ഛൻ തന്നെ ചോദിച്ചു, അങ്ങനെ പറയണേ, ഈശോ ദൈവമല്ലേ? നമ്മളെ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോ ഈശോ നമുക്ക് അനുഗ്രഹം തരാല്ലേ? ഞാൻ പറഞ്ഞു, അച്ഛോ, ഈശോ മഹാപുരോഹിതനാണ്. നിത്യപുരോഹിതനായ ഈശോയെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അത് ഞാനങ്ങ് വിട്ടുപോയി. ക്ഷമിക്കണം. അച്ഛൻ്റെ ആ ഹ്യൂമിലിറ്റിയോട് പറയാം. അതെവിടെയാ കാറ്റഗിസത്തിൽ? വിശുദ്ധ അഗസ്തീനോസ് 2616 കാറ്റഗിസത്തിൽ 2616. നിങ്ങൾക്ക് അതിന്റെ റെഫറൻസ് ഉണ്ടാകണം. എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? തോമസ് പോൾ പറഞ്ഞെന്നല്ല പറയേണ്ടത്. കാറ്റഗിസത്തിൽ 2616 എന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ 2616 വിശുദ്ധ അഗസ്തീനോസ് ഈശോയുടെ പ്രാർത്ഥനയുടെ ത്രിവിധ മാനങ്ങളെ ഇങ്ങനെ സാംശീകരിക്കുന്നു. 2616 അതിന്റെ മുകളിൽ വലിയ പാരഗ്രാഫ് ഉണ്ട്. ഇതതിന്റെ സാംശീകരണമാണ്. വിശുദ്ധ അഗസ്തീനോസ് യേശുവിന്റെ പ്രാർത്ഥനയുടെ 3 ഭാഗങ്ങളെ ഈ ട്യൂബിലേക്ക് ഒന്നതാമോ? ഈ ട്യൂബിലേക്ക് യേശുവിന്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. നമ്മുടെ ഇതെന്താ കെടുത്തിയത്? കുറേല വേണ്ട. ഇല്ല. ഓക്കെ, എനിവേ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ. നമ്മുടെ പുരോഹിതനായി ഇവിടെ ആയിരിക്കില്ല അതിന്റെ സ്വിച്ച്, ഇവിടെ ആയിരിക്കില്ല. എനിവേ, ഡോണ്ട് വറി. സ്റ്റാർ. ഓക്കെ, കുഴപ്പമില്ല. ഇത് കത്തി കണ്ടാണല്ലോ. ഇല്ല, ഓൾറൈറ്റ്, നോ പ്രോബ്ലം. ഓക്കെ,
ക്ഷമിക്കണം, ശ്രദ്ധ മാറിപ്പോയത്. ഒന്നെല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലോചിച്ചു, നമ്മുടെ ശിരസായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. എല്ലാവരും ഒന്നുകൂടി, അതുകൊണ്ട് അവിടെ നമ്മുടെ ശബ്ദവും നമ്മിൽ അവിടുത്തെ ശബ്ദവും നമുക്ക് ഏറ്റുപറയാം. എനിക്ക് ഈയിടെ കിട്ടുന്ന ഏറ്റവും അഭിഷേകമുള്ള പ്രാർത്ഥന ഇതാണ്. അതായത് ഈ മുപ്പിരിച്ചരട് പോലെയാണിതും. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ, ഈശോ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ ശിരസായി, അതായത് നമ്മൾ മനസ്സിലാക്കണം, സഭ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കോലാഹലങ്ങളോ പലതരത്തിലുള്ള വിമർശനങ്ങളോ സ്ട്രക്ചറുകളോ ബിൽഡിങ്ങുകളോ ഇതൊന്നുമല്ല സഭ. സഭ യേശുവിന്റെ മിസ്റ്റിക്കൽ ബോഡിയാണ്. യേശുവിന്റെ ഈ മിസ്റ്റിക്കൽ ബോഡിയിൽ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പൊ അതാണ് പൗലോസ്ലീഹ ഈ വരദാനങ്ങളെ കുറിച്ച് തന്നെ പറയുന്ന വലിയൊരു കാര്യം. നമ്മൾ ഓരോരുത്തരും സമന്വയിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ, വിവിധ പ്രവൃത്തികൾ കണ്ടോ എത്ര മനോഹരമായി ചെയ്യുന്നു. കണ്ണ്, കണ്ണിന്റെ, കൈയിന്റെ, കാലുകൾ, ഇതെല്ലാം കൂടി സമന്വയിക്കുമ്പോഴാണ് ഈശോയുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മളെല്ലാവരും ഓരോരുത്തരും ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങൾ ആയി ഓരോരുത്തർക്കും കർത്താവ് തന്നിരിക്കണം ദൗത്യം ചെയ്യണം. ഇപ്പൊ ശരീരത്തിന് വിശക്കുന്നു, അപ്പൊ മനസ്സ് പറയാണ്, കാല് അങ്ങോട്ട് നടന്നോ, അവിടെ മേശപ്പുറത്ത് ഭക്ഷണം വെച്ചിട്ടുണ്ട്, കാല് നടക്കണം, അവിടെ ചെല്ലണം. കണ്ണ് കാണുന്നു, കൈ നീ വായിൽ വെക്കി, കൈ അനങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് മനസ്സില്ല. അപ്പൊ കാല് നടന്ന് അവിടെ വരെ ചെന്നു, കണ്ണ് നോക്കുന്നു, പിന്നെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഇനി എന്ത് ചെയ്യണം? കൈ സഹകരിക്കണ്ടേ? അപ്പോൾ നോക്കി, ഓരോ അവയവങ്ങൾ അതിന്റെ ഡ്യൂട്ടി ചെയ്താലല്ലേ ഈ ഫംഗ്ഷൻ നടക്കുള്ളൂ സഭയുടെ. മനസ്സിലായോ? എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഓരോരുത്തരിലുമുള്ള വരങ്ങൾ പ്രവർത്തിക്കേണ്ടത്, സമന്വയിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഇനി അതിലൊരു അർജൻസി ഉണ്ട്, ഒരു ധൃതിയുണ്ട്. നമ്മളിവിടെ മുന്തിരിത്തോപ്പ്, അല്ലെങ്കിൽ നമ്മൾ വയലാണെന്ന് കഴിച്ചു, നെൽപ്പാടത്ത് നെല്ല് വിളഞ്ഞു കിടക്കണം. ഇന്നത് വെട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നാളെ വെട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ആ നെല്ലൊക്കെ അവിടെ വീണ് പോകും. അതാണ് വിളവ് എടുക്കണതിന്റെ അർജൻസി. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിന്റെ മുതലാളി രാവിലെ തന്നെ കുറെ പേരയച്ചു, നിനക്ക് കൃത്യമായ വേതനം തരാമെന്ന് പറഞ്ഞയച്ചു. പക്ഷേ മുന്തിരിത്തോട്ടത്തില് മുന്തിരി എല്ലാം ഒറ്റ സമയത്ത് പഴുത്ത് നല്ല റെഡിയാവും. അതെടുത്തില്ലെങ്കിൽ നാളെ ആവുമ്പോ അതെല്ലാം കൊഴിഞ്ഞ് മണ്ണിൽ വീഴും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മുന്തിരിത്തോട്ടത്തിന്റെ മുതലാളിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. കുറെ വേലക്കാരെ അയച്ചു, പക്ഷേ പോരാ, അതുകൊണ്ട് ഇന്ന് നടക്കില്ല. വീണ്ടും മുതലാളി പുറത്തു വന്നിട്ട്, നിങ്ങളും എന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുവിൻ. രോമാഞ്ചുണ്ടാകുകയാണ്. മാപ്പാപ്പ അതിനെ കുറിച്ച് പറയുന്നത്, ആദ്യം നിശ്ചിത വേതനം തരാമെന്ന് അയച്ചത് അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ്. പിന്നെ 9 മണിക്ക് വന്ന് നോക്കിയപ്പോ കുറെ ആൾക്കാർ നിൽക്കണു, നിങ്ങൾക്ക് ഉചിത വേതനം തരാം. അത് നമ്മൾ അൽമായരാണ്. അത് കഴിഞ്ഞ് 12 മണിക്ക് കുറെ പേര് വന്നു. എന്നിട്ടും നോക്കുമ്പോ പണി തീരുന്നില്ല. മുതലാളി വീണ്ടും വന്നു. 4 മണിക്ക് കുറെ പേര്, 6 മണിക്ക് പണി തീരും. 5 മണിക്കും വന്നപ്പോ കുറെ പേര് അങ്ങനെ നിൽക്കുകയാണ്. അതെന്താ നിങ്ങളിങ്ങനെ നിൽക്കണേ? ഞങ്ങളാരും വിളിച്ചില്ല.
നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വിജാതീയരാണ്. വിജാതി എന്ന് പറയാൻ പാടില്ലാത്ത ഞാൻ പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി. അവർക്ക് നമ്മളെക്കാളും ഭയങ്കര ആവേശമാണ്. അവര് കേട്ട പാടി ഓടി ഏറി പടപടേന്ന് മുന്തിരി പറിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം വായനപ്പോ മലയാളി പറഞ്ഞു, എല്ലാവർക്കും ഒരേ വേതനം കൊടുക്കുക. അപ്പൊ അതേ ആദ്യം കയറിയൊരു വെറുതെറുക്കാൻ തുടങ്ങി. ഇതെന്തു മര്യാദ? ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഞങ്ങൾക്കും 1 മണിക്കൂർ പണിയെടുത്തവന് ഒരു വേതനം. ഇതാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഈ വേതനം എന്ന് പറയണത് ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവരാജ്യം തന്നെയാണ്. അത് മുറിച്ചു കൊടുക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിനെ മുറിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ വരദാനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടതിന്റെ അർജൻസി. അപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാണ്. അയർലൻഡില് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് നോക്ക് എന്ന് പറയുന്നത്. നോക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഉള്ള റോഡ് കഴിഞ്ഞിട്ട്, അക്രോസ് ദ റോഡ് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഒരു ബിൽഡിംഗ്, ഒരു വലിയ റെസ്റ്റോറന്റ് ആയിരുന്നു. അത് ഒരു പാർട്ടി അവരത് വിൽക്കാൻ തീരുമാനിച്ചു. 5-8 വർഷം മുമ്പ് നടന്നത്. അങ്ങനെ അത് വിറ്റു. അത് വേറൊരു സംഘടന, ഹ്യൂമൻ ലൈഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കാത്തലിക് പ്രോ ലൈഫ് സംഘടന ജനങ്ങളുടെ സഹായത്തോടെ വലിയ ഒരു തുക ശേഖരിച്ച് ഈ ബിൽഡിംഗ് മേടിച്ചു. അവര് അതുകൊണ്ട് എന്തെങ്കിലും കർത്താവിന്റെ വേല ചെയ്യാം. ആ ബിൽഡിംഗ് ഒരു പഴയ, കുറെ നാളത് ഉപയോഗിക്കാണ്ട് കിടന്നപ്പോ പൊടിപടലൊക്കെ ആയല്ലോ. ആർക്കിടെക്ചറിനെ വിളിച്ച് കാണിച്ചോ പറഞ്ഞു, ഇത് പഴയ ബിൽഡിംഗ് ആയി, ഇത് പൊളിച്ച് വേറെ പണിയാൻ കണ്ടു. ആർക്കിടെക്ചർമാർ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ പറയണേ? ദൈവരാജ്യത്തിന് വേല ചെയ്യുമ്പോൾ ഈ 2 വള്ളത്തിൽ കാല് വെച്ചപ്പോൾ പ്രശ്നമാണ്. കർത്താവ് പറഞ്ഞ മാതിരി ബിൽഡിംഗ് മേടിച്ചു, ആർക്കിടെക്ചർ കാണിച്ചു കൊടുത്തപ്പോ ആർക്കിടെക്ചർ ഇത് മുഴുവൻ പൊളിച്ചു പണിയണം. അപ്പൊ അവരുടെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു. ഇപ്പൊ ആർക്കിടെക്ചർ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. ഈ എന്തോ ഒരു കോസ്റ്റ്ലിയാണ്. ഒരു ആർക്കിടെക്ചർ വന്നത് കാണുന്നതിന് തന്നെ അവർക്ക് കാശ് കൊടുക്കണം. മനസ്സിലാവുണ്ടോ ലോകത്തിന്റെ അവസ്ഥ? ഇത്ര രൂപ അഡ്വാൻസ് കൊടുത്താലേ അവര് വന്ന് സർവേ ചെയ്ത് ഇതിനൊരു ഡിസിഷൻ തരുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ ഡ്രോയിങ് വരച്ച് അവരത് ഇത്തിരി കൂട്ടി അങ്ങ് വരച്ച് ഇതിന്റെ ഫൗണ്ടേഷൻ മാറ്റി ഒരു ബേസ്മെന്റിൽ ഒരു ഫ്ലോർ കൂടി ഞങ്ങൾ പണിത് തരാം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഡിസൈൻ ഉണ്ടാക്കി. പക്ഷേ ഈ ഡിസൈൻ അപ്രൂവ് ചെയ്യണ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞു, ഈ ഡിസൈൻ ഇവിടെ പറ്റില്ല, ഈ പ്രദേശത്തൊന്നും അണ്ടർഗ്രൗണ്ട് റൂം ഇല്ല, അണ്ടർഗ്രൗണ്ടിൽ ഇവിടെ റൂം പണിയാൻ പാടില്ല എന്നാണ് ഇവിടെ നിയമം. അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് മാസങ്ങളോളം എടുത്ത് ഡിസൈൻ ചെയ്ത് അത് കംപ്ലീറ്റ് റിജക്റ്റായി. അത് ഞാൻ 2-3 വർഷം. അപ്പോഴേക്കും കൊറോണ വന്നു. അതോടെ വീണ്ടും 3 വർഷം. അങ്ങനെ 6-7 വർഷമായിട്ട് ജനങ്ങളുടെ അധ്വാനത്തിന്റെ വലിയ പൈസയും കൊണ്ട് മേടിച്ച ഈ ബിൽഡിംഗ് വെറുതെ അടങ്ങി. ഈ സമയത്താണ് ഒരു പ്രവാചകൻ ആ പ്രദേശത്ത് കൂടി പോകാൻ ഇടയുണ്ടായി. അപ്പോ ഇതിന്റെ ഡയറക്ടർ ഒരു മിസ്റ്റർ പാട്രിക് മെക്രിസ്റ്റൽ എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ്, നല്ല വിശ്വാസമുള്ള. 9 മക്കളാണ്. അങ്ങനെ പ്രോ ലൈഫിന് വേണ്ടി തന്റെ രോജിയെല്ലാം വിട്ട് അങ്ങനെ 28 വർഷമായിട്ട് ഈ സംഘടനയുടെ ഡയറക്ടറായിട്ട് അദ്ദേഹം ഞാനുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് പരിചയപ്പെട്ടു. നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് കൂടി. അങ്ങേർക്ക് പ്രവചനം വരെ ഒന്ന് ആക്റ്റീവാകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറൊന്ന് വന്ന് ഈ ബിൽഡിങ്ങിലൊന്ന് പ്രാർത്ഥിക്കാൻ. യെസ്, ആ ബിൽഡിങ്ങിൽ വന്നു, എന്നെ കൊണ്ടുവന്നു. ആ ബിൽഡിങ്ങിൽ കയറി ഉടനെ തന്നെ കർത്താവിന്റെ പ്രവചനം വരികയാണ്. ദിസ് ഈസ് മൈ ഹൗസ്, ഡോണ്ട് നോക്ക് ഇറ്റ് ഡൗൺ. ഞാൻ ഒരു പാവപ്പെട്ട തൊഴുത്തിലാണ് ജനിച്ചത്.
എനിക്ക് വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ ഇവിടെ use this to evangelize, proclaim my gospel, proclaim my gospel, make this a retreat center. Praise the Lord. ഇദ്ദേഹം ഇപ്പൊ ഈ പ്രവചനപരമെല്ലാം മനസ്സിലായതുകൊണ്ട് ഇത് ശരി, ഇത് പുള്ളിക്കതങ്ങ് സ്വീകരിക്കാൻ പറ്റി. പക്ഷെ ഡയറക്ടർ ബോർഡിനോട് പറഞ്ഞിട്ട് അതെന്തി പറയണത്, നമ്മൾ തീരുമാനിച്ചേക്കാൽ ഇത് പൊളിച്ചു പണിയാൻ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അത് പൊളിക്കാണ്ട് ഇതിനകത്ത് തന്നെ നടത്തണ എങ്ങനെയാ? ആർക്കിടെക്ട് പറഞ്ഞത് ഇത് നടത്തും. അപ്പോ ആ പ്രവചനത്തിലുണ്ട്, യു ഓൺലി റിന്യൂ ഇറ്റ്. അതിന്റെ ഈ പൊടിപടലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്ന് മര്യാദയ്ക്ക് പെയിന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും ഒരു എഞ്ചിനീയറാണ്, എന്റെ നോട്ടത്തില് ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിന് ഒരു കുഴപ്പമില്ല. പുറം വേണ്ടി വരാണെങ്കിൽ ഇതിന്റെ പ്ലാസ്റ്ററിങ് ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോഴും അവർ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറയാൻ, ഓക്കെ പെർമിഷൻ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. അവര് ഡിസൈൻ ഉണ്ടാക്കി, അതിനൊക്കെ സമയമെടുക്കും. ഇത് പുതുക്കി പണിയണമെങ്കിൽ അതിന് പൈസ വേണം, അത് അവരെടുത്തില്ല. ഇപ്പൊ തന്നെ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അത് കിട്ടുന്നവരെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് അക്സെപ്റ്റായി. കർത്താവേ ഒരു കാര്യം, അങ്ങനെ ഇരിക്കുമ്പോ അവർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ പത്രോസിന്റെ വള്ളത്തിൽ കാലുകുത്തി പ്രസംഗിക്കാൻ തുടങ്ങി ഉടനെ പത്രോസിന് വലിയ ചാകര, വലിയ സമ്പത്ത് കിട്ടി. എന്നപോലെ നിങ്ങൾ 6-7 വർഷമായിട്ട് നിരവധി പേരുടെ അധ്വാനത്തിൽ നിന്നും മേടിച്ച ഈ സ്ഥലം ഇത്രയും നാളായിട്ട് ദൈവരാജ്യത്തിന് ഉപയോഗിക്കാഞ്ഞത് തെറ്റാണ്. അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് നിങ്ങൾ ഇവിടെ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം അവസാനിക്കും. അടുത്ത പ്രവചനം. എന്തിനു പറയുന്നു? ഇവരത് സമ്മതിച്ച ഉടനെ തന്നെ ഇവരറിയാതെയും എവിടുന്നോ എല്ലാം പരിശുദ്ധാത്മാവ് വോളണ്ടിയേഴ്സിനെ കുറെ പേരെ അയച്ചിരിക്കുകയാണ് ഇത് പണിയാനായിട്ട്. ഒരു പൈസയും ഇവര് മുടക്കാണ്ട് നല്ല അധ്വാനശീലരായ ആളുകൾ വന്നിട്ട് ഇതിന്റെ പ്ലാസ്റ്ററിങ്ങും ഇതിന്റെ ഫ്ലോറിങ്ങും പടപടേന്നെല്ലാം 1.5 മാസം കൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും വചനം പ്രഘോഷിക്കാൻ തയ്യാറായി. എന്നെ കൊണ്ട് അവിടെ വചനം പ്രഘോഷിപ്പിച്ചു. ഹല്ലേലൂയ. 7 വർഷമായിട്ട് അടഞ്ഞു കിടന്ന ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ മരിയൻ അപ്പറേഷൻ ഷ്രൈനിന്റെ ഏറ്റവും അടുത്ത സ്ട്രക്ചറാണ്. അപ്പൊ അവിടെ ഗുണമുള്ള എന്താ? അപ്പൊ നമുക്ക് കുർബാനയെല്ലാം അച്ഛൻ വേണം, കുമ്പസാരിക്കാൻ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം കുമ്പസാരിക്കണോ? അവിടെ പോയി മാതാവിന്റെ ഷ്രൈനിൽ അച്ഛന്മാരിരിക്കാണ് കുമ്പസാരിക്കാൻ. കുർബാന വേണോ? അവിടെ മണിക്കൂറിന് കുർബാനയുണ്ട്. നമ്മൾ ഏത് കുർബാനയ്ക്ക് പോകണമെന്ന് തീരുമാനിച്ച് അവിടെ കുർബാനയ്ക്ക് പോയിക്കോ. അങ്ങനെ അപ്പൊ ഇതാണ് ഈ ലോക സുവിശേഷം. ഈ ഷ്രൈനിൽ ലോകത്തിന്റെ നാനാഭാഗത്ത് വരുന്നവരെല്ലാം ഇവിടെ വന്നത് നോക്കി നിൽക്കണം. ഈ ബിൽഡിംഗ് ഒരു ഭൂത് ബംഗ്ലാവുമായി ഇത്രയും നാൾ അടഞ്ഞു കിടന്നതിന് ഇപ്പൊ എത്ര മനോഹരമായ കാര്യങ്ങൾ നടക്കണം. ഇപ്പൊ ഞാൻ എല്ലാ മാസവും അവിടെ പോകേണ്ടി വരികയാണ്, അവിടെ സുവിശേഷം പ്രഘോഷിക്കാൻ. ഇപ്പൊ എനിക്ക് വേറൊരു ശുശ്രൂഷ തന്നിരിക്കുകയാണ് ആവശ്യം. കേട്ടോ? അപ്പൊ മനസ്സിലായോ? ഈ കേരളത്തിലെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, എന്നെ കൊണ്ട് നോക്കിലെ മാതാവിന്റെ ഷ്രൈനിന്റെ മുമ്പിലുള്ള ഇത്രയും വലിയ ബിൽഡിങ്ങിനെ വിടുതൽ കൊടുപ്പിച്ച് ഒറ്റ പ്രവചനം കൊണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇവരുടെ സ്റ്റാഫിന് മുഴുവനും ഒരു ധ്യാനം നടത്തി. ആ ധ്യാനത്തിൽ ഈ ഡയറക്ടർ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ വിശ്വാസം, കാരണം അവരാ ബിൽഡിങ്ങിൽ ഇരിക്കുകയാണ്. 7 വർഷമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ബിൽഡിങ്ങിൽ ഇതുമാതിരി ഒരു ഹാളില് ഭയങ്കര ശക്തമായ പ്രവചനത്തിലൂടെ സുവിശേഷ വേലയ്ക്ക് വലിയ ഒരു കവാടം തുറന്നിരിക്കുകയാണ്. ഞാനിതൊരു ഉദാഹരണം പറയാണ്. ഒറ്റ പ്രവചനം
ആ ഒറ്റ പ്രവചനം മതി. അതാണ് ഞാൻ ആ ജെറമിയായുടെ ഉദാഹരണം പറഞ്ഞത്. ഏശയ്യായും എസെക്കിയേലൊക്കെ വളരെ വലിയ പ്രവാചകന്മാര്, ഏലിയായും എലീശ അതിലും വരും. നമുക്ക് അവരൊന്നും കോപ്പി അടിക്കണ്ട, നമ്മൾ ആരെയും കോപ്പി അടിക്കണ്ട. എങ്കിലും ജെറമിയ നമുക്ക് വലിയൊരു പ്രചോദനം നൽകുന്ന കാര്യമാണ്. നീ ഒരു ബാലനാണെന്ന് പറയരുത്. അപ്പൊ ഈ പ്രവചനപരം ഉണ്ടാകണത് ഓക്കെ നമ്മുടെ ചിന്തയിലല്ല, പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയും, കാരണം നമ്മൾക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മളെന്തും കുറച്ച് ചിന്തിച്ച് പറയണമെന്ന് പറയും. പക്ഷെ പ്രവചനം ചിന്തിച്ച് പറയണതല്ല, പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരികയാണ്. അത് തള്ളനായിട്ട് ഇങ്ങനെ വരുമ്പോ അങ്ങ് പറയണം. ഇന്നലെ ഒരു സഹോദരി പറഞ്ഞില്ല, എനിക്കൊരു പാട്ട് വന്നു, ഒരു പാട്ട്, അതൊരു പ്രവചനമാണ്, അതൊരു പ്രവചനമാണ്. അപ്പൊ ഈ സങ്കീർത്തനങ്ങളൊക്കെ എന്താ? അതെല്ലാം പ്രവചന പാട്ടായിട്ടാണ് പറഞ്ഞത്. അത് ചോദിക്കാം, ഗാനരൂപത്തിലുള്ള സങ്കീർത്തനം അയക്കാം. സങ്കീർത്തനം ഗാനരൂപത്തിൽ തന്നെയാ, നമ്മളാണ് അതിന് ഗദ്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. നീ എന്നേക്കും പുരോഹിതനാകുന്നു, മിൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. എന്തൊരു ശക്തമായ പ്രവചനം നോക്കിയേ. ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ച് തന്നെയുള്ള പ്രവചനമാണ്. ഓക്കെ, അപ്പോ കണ്ടോ, ഇപ്പൊ അത് പറഞ്ഞു വന്ന അവസാനം നിർത്തിയെന്ന് യേശു എന്ന മഹാപുരോഹിതൻ. അപ്പോ എനിക്ക് ഈ ഇടയ്ക്ക് കിട്ടിയ എന്റെ പ്രാർത്ഥനയിലുണ്ടായ വലിയ ഒരു ഉയർച്ച ഈ സ്റ്റെപ്പിലേക്ക് ഞാൻ കയറി. ഈശോയെ, നീ പ്രാർത്ഥിക്കണേ. എങ്ങനെ പ്രാർത്ഥിക്കണേ? നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരു ട്രാക്ക് നമ്മൾ പറഞ്ഞില്ലേ, ബൈലൊക്കേഷൻ മായി. അതേ സമയത്ത് തന്നെ സഭയുടെ തലവനായ നീ എന്നിൽ പ്രാർത്ഥിക്കണമേ. അതേ സമയത്ത് തന്നെ ദൈവമായ നീ എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഇങ്ങനെ ഒരു ട്രിപ്പിൾ, അതാണ് ഈ മുപ്പിരിച്ചരട് എന്ന് പറയും. മുപ്പിരിച്ചരട് പല രീതിയിലുണ്ട്. മുപ്പിരിച്ചരടിനെ ത്രിത്വമായിട്ട് ചേർക്കാം, ഈശോയിലുള്ള 3 അഭിഷേകമായിട്ട് ചേർക്കാം, ഈശോയുടെ 3 പ്രാർത്ഥനാ രീതിയായിട്ട് എടുക്കാം. അത്ഭുതകരമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഈശോയുടെ പ്രാർത്ഥനയെ കുറിച്ച് ഒന്നുകൂടി സംശയം മാറ്റാൻ വേണ്ടി 2741 അതും കൂടി ഒന്ന് പഠിക്കാം. 2741. നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ കഷ്ടപ്പെടണ്ട. നമ്മൾ ചിലവര് പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പോൾ വലിയ കഷ്ടമാണല്ലോ, ഇത്ര കൊന്ത അല്ലണം, ഇത്ര കരുണക്കൊന്ത അല്ലണം, ഏതാണ്ട് പങ്കപ്പാടുമായിരിക്കും, ഇത്ര കുരിശിന്റെ വഴി നടത്തണം, മുട്ടുമ്മൻ കുത്തി നീന്തണം, കല്ലിന്റെ പുറത്ത് മുട്ടുകുത്തണം. ഇതൊന്നും ആവശ്യമില്ല, വിശ്വാസം മതി. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു 2741. കാറ്റഗിസം പഠിക്കണം. കണ്ടോ, ഈ നമ്പറുകളൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മയിൽ നിന്ന് പറയാണ്, കേട്ടോളൂ. യേശു നമുക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാനത്തു നിന്നും നമുക്ക് പകരവും പ്രാർത്ഥിക്കുന്നു. അവിടെയും മുപ്പിരി കണ്ടോ, 3. യേശു, എല്ലാവരും തെറ്റി പറഞ്ഞേ, യേശു നമുക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാനത്തു നിന്നും നമുക്ക് പകരവും പ്രാർത്ഥിക്കുന്നു. പിതാവ് ശ്രവിച്ച ക്രൂശിതന്റെ നിലവിളിയിലും അവിടുത്തെ ഉത്ഥാനത്തിലും
നമ്മുടെ യാചനകളെല്ലാം ഒരിക്കൽ എന്നേക്കുമായി സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. തന്നിമിത്തം പിതാവിന്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്ന് അവിടുന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. ഇത് മുഴുവൻ